നമ്മൾ ഇന്ന് ദ ചീപ്പസ്റ്റ് മേക്കപ്പ് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാൻ പോവാണ്. ചീപ്പസ്റ്റ് ഇൻ ദ സെൻസ് അതിന്റെ ക്വാളിറ്റിയിൽ ചീപ്പാണെന്നല്ല, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് മേടിച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ആ ലോവസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇനി ഡിലേ ആക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. സോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഒരു പ്രൈമർ ആയിരിക്കും. നമുക്ക് പ്രൈമർ നോക്കാം. ലോവസ്റ്റ് പ്രൈസ് ഇട്ട് തന്നെ നോക്കാം. ഞാൻ ഈ ഒരു L18ന്റെ പ്രൈമർ ആണ് ലോവസ്റ്റ് പ്രൈസ് ഇട്ടപ്പോൾ കണ്ടത്. ഞാൻ മേടിച്ചിട്ടുള്ള ഈ L18ന്റെ പ്രൈമർ ആണ് ഇത്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവുമെന്ന്, പക്ഷെ ഭയങ്കര ചെറുതാണ്. ഇതിനകത്ത് ഇവര് ക്ലെയിം ചെയ്യുന്നത് പോർ ബ്ലറിങ് പ്രൈമർ എന്നാണ്. പോർസ് ഒക്കെ ബ്ലർ ചെയ്യും എന്നാണ് പറയുന്നത്. പോർസ് ബ്ലർ ചെയ്യും, ദെൻ ലൈറ്റ് വെയിറ്റ് ആൻഡ് വിത്ത് വിറ്റമിൻ ഇ, ഇതൊക്കെയാണ് അവരുടെ ക്ലെയിംസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫ്രേഗ്രൻസ് ഒന്നുമില്ല, നോ ഫ്രേഗ്രൻസ് ഒന്നുമില്ല. ഒരു ബ്ലറിങ് എഫക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ ഏറ്റവും ലോ പ്രൈസ് ഇട്ടിട്ട് നോക്കാം. ഫൗണ്ടേഷൻ വേണ്ടത് ഈ എൻവൈബയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് ഓൾ ഡേ കവർ സ്റ്റിക്ക് ആണ്. ഇതിൽ ഷെയ്ഡ് നമ്പർ 8 ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, അതിൽ ഷെയ്ഡ് 8 ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ ഈ ഡാൻസിനൊക്കെ പോവുമല്ലോ, ലൈക്ക് കൊച്ചിലെ നമ്മൾ ഡാൻസിനൊക്കെ മേക്കപ്പ് എടുത്തില്ലേ, അപ്പോഴവർ തേക്കുന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഫൗണ്ടേഷനാണോ കൺസിലറാണോ എന്തോ, ഇതുപോലത്തെ കുറച്ചുകൂടെ വലിയ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് എന്തോ അവർ തേച്ച് തരും. അതിൻ്റെ ഒരു അത് ഭയങ്കര സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്തു ഫേസിൽ, ഭയങ്കര സ്മൂത്ത്. ഷെയ്ഡ് മാച്ച് ആണെന്ന് വെച്ചാൽ എന്നെ കട്ടിയും ഒരു ഷെയ്ഡ് ലൈറ്ററാണ്, പക്ഷെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, വലിയ പ്രശ്നമില്ല. ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായി. ഞാൻ വിചാരിച്ചു നന്നായിട്ട് നമ്മൾ ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഈസി ആയിട്ട് അത് ബ്ലെൻഡായിപ്പോയി. ആൻഡ് ഷെയ്ഡ് ഓൾസോ വൃത്തികേടൊന്നുമില്ല, അതായത് എന്നെക്കാട്ടിയും ഭയങ്കര ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഈ ഫൗണ്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം, നല്ല രസമുണ്ട്. ഈസി ആയിട്ട് ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡായി. ഈ ഫൗണ്ടേഷനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്, കൺസീലറാണ്, ബ്രോൺസറാണ്, കളർ കറക്ടറാണ് ആൻഡ് ഒരു ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാമെന്ന്. അതാണ് ഇതൊരു ഈ ഓൾ ഡേ കവർ സ്റ്റിക്ക് എന്നാണ് പേര്. ഫൗണ്ടേഷനായിട്ടും കൺസീലറായിട്ടും ബ്രോൺസറായിട്ടും കളർ കറക്ടറായിട്ടും ഹൈലൈറ്ററായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡും കുഴപ്പമില്ല, പിന്നെ കവറേജ് ഒന്നുമില്ല, ഒരു ലൈറ്റ് കവറേജ് അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഐബ്രോസിന് വേണ്ടിയിട്ട് ഈ ഒരു ഐബ്രോ പെൻസിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ഒരു AYA അയ എന്നാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിൽ വിത്ത് ബ്രഷ്, ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതിനകത്തൊരു ബ്രഷൊക്കെ വരുന്നുണ്ട്. ബ്രഷ് ഫേസിലൊന്നും ഈ ബ്രഷ് തട്ടിക്കാനേ പറ്റില്ല. ഇത് ശരിക്കും നമ്മൾ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഭയങ്കര കട്ടിയായിട്ടുള്ള ഇങ്ങനെ കട്ടിയായിട്ടുള്ള ബ്രഷ്, അത്രയും കട്ടിയുണ്ട് ഈ ബ്രഷിന്. ഓ, ഫേസിൽ ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഓക്കെ, സ്മെല്ലൊന്നുമില്ല. എന്ത് കിട്ടിയാലും ഞാൻ ഇങ്ങനെ മണപ്പിച്ച് നോക്കും. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട്, അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്, നന്നായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട്. ഉള്ളി പ്രശ്നം ഈ ഒരു സംഭവമാണ്. ഇത് എന്തെങ്കിലും ബ്രഷ് ചെയ്യാം. ഇത് അറിയാണ്ട് പോലും ഇത് ഫേസിൽ തട്ടല്ല, അത്രയ്ക്ക് വേദനിക്കും. അത് ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്യണം. അധികം നേരം ഇതുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, വേദനിക്കും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത്, ഓക്കെ അത് മതി. ഇനി ഈ സൈഡും ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് ശരിക്കും വേദനിച്ചു, ഇത് ഭയങ്കര കട്ടി, ഇത് കൊള്ളൂല. ദിസ് തിങ് വാസ് നോട്ട് ഗുഡ്. പക്ഷെ ഇവിടെ എല്ലാം ഇരിക്കുന്നു. ഈ ഒരു ഇത്
ഇത് കളറൊന്നും വരുന്നില്ലല്ലോ. ഇത്രയാണ് ഇതിൻ്റെ പിഗ്മെന്റ്, ഇത്രയാണുള്ളത്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ടൊക്കെ ഐബ്രോസിൽ വരുന്നുണ്ട്. പക്ഷെ ഈ ബ്രഷ് കൊള്ളൂല. ഫേസിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ എവിടെങ്കിലും ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാം, അതിനെ കൊള്ളാവും. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ആ സംഭവം. നമുക്കിനി ഒരു കൺസീലർ നോക്കാം. സോ കൺസീലറിന് വേണ്ടിയിട്ട് ഓക്കെ, നമ്മൾ ഈ ഒരു എന്താ പറയുക, ഓൾ ഡേ കവർ സ്റ്റിക്ക് ഇത് കൺസീലറായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കൺസീലറായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സംഭവം തന്നെ കൺസീലറായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇനി അത് കൺസീലറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിന് അത്രയ്ക്ക് കവറേജ് ഒന്നും ഇല്ല കേട്ടോ. കൺസീലറായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കവറേജ് ഇല്ല. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല. അത് ബ്ലെൻഡായി. ഞാൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ, അത് ബ്ലെൻഡായി. പക്ഷെ അതിന് കവറേജ് ഇല്ല കേട്ടോ. കൺസീലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലൈറ്റ് കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷൻ, അത്രയേ ഉള്ളൂ. കൺസീലറിനുള്ളതൊന്നുമില്ല. നമുക്കിനി കൺസീലറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ വേണം. കോമ്പാക്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ എൻവൈബയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തത് കാരമലാണേ. കാരമൽ ഷെയ്ഡ് 5 കാരമൽ. സോ ഇതാണ്. ഇതിൻ്റെ ആ ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. ഈ സ്പഞ്ചിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് വരുന്നു. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതവർ ക്ലെയിം ചെയ്യുന്നത് മാറ്റിഫൈസ് സ്കിൻ, ബ്ലർസ് പോസ്, ഓയിൽ കൺട്രോൾ, ലോങ് വെയർ, ക്രീസ്ലെസ് മേക്കപ്പ്. ഇതൊക്കെയാണ് അവരുടെ ക്ലെയിംസ്. ആ ഒരു മാറ്റിഫൈഡ് എഫക്റ്റ് കിട്ടി അപ്ലൈ ചെയ്തപ്പോൾ തന്നെ. ഓയിൽ കൺട്രോൾ ആണോ ലോങ് വെയർ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറേ സമയം ഇട്ടിരിക്കണം, എന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. സോ അറ്റ് ഫസ്റ്റ് എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി. എനിക്കൊരു പാക്കേജിങ്ങും സംഭവമൊക്കെ ഇഷ്ടമായി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നന്നായിട്ടുണ്ട്. അതെ, ഷെയ്ഡ് തന്നെ ഇഷ്ടമായപ്പോൾ തന്നെ ഫുൾ കംപ്ലീറ്റ് ആയി. കാരണം ഡസ്കി സ്കിൻ ടോൺസിന് പറ്റിയ ഷെയ്ഡ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന് അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്. അത് തന്നെ നല്ല കാര്യം, കുഴപ്പമില്ല. ഇനി കുറേ നേരം ഇട്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ അറിയാൻ പറ്റും. ഇനി വേണ്ടത് ഒരു ബ്ലഷാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് ഇത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് ഡസ്റ്റി റോസ് ആണ്. ഓക്കെ, സോ ഇവരിതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു മൾട്ടി യൂസ് ആയിട്ടുള്ള ഒരു ബ്ലഷറാണ്. അതായത് ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതാണ്. എനിക്ക് ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഷെയ്ഡ്. ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡാണ്. സോ ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് തന്നെയാണ് ഈ ബ്ലഷും ബ്ലെൻഡ് ചെയ്യാറ്. അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓ, എനിക്ക് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ബ്ലഷ് വാരി തേച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. സോ അപ്പം ഞാൻ ഇത് തന്നെ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കൈകൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കാജലാണ്. കാജലിന് വേണ്ടിയിട്ട് ഈ എലൈറ്റിൻ്റെ കാജലാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ കാജൽ ഞാൻ പണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ നാൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണത്. സ്മഡ്ജ് പ്രൂഫ് അല്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പെട്ടെന്ന് സ്മഡ്ജായി പോകും. പക്ഷെ എനിക്കിഷ്ടമായിരുന്നു. സോ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഞാൻ കാജൽ എഴുതുമ്പോൾ എപ്പോഴും ഈ ഒരു മിഡിൽ പോർഷൻ ഇവിടെ വരെ എഴുതാറുള്ളൂ. അപ്പോൾ എനിക്ക് ഐസ് നല്ല നല്ല വലുതായിട്ട് തോന്നിക്കുന്ന പോലെ ഫീൽ ചെയ്യും അത്ര എഴുതി കൊടുക്കുമ്പോൾ. കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമാണ്, നല്ല കാജലാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സ്മഡ്ജ് പ്രൂഫ് ഒന്നും അല്ല, പെട്ടെന്ന് സ്മഡ്ജായി പോകും. ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്ക് നോക്കാം. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്തത്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് ചോക്ലേറ്റ് സ്ട്രിൽ. ഞാൻ കുറേ നാൾ മുന്നേ വരെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഷെയ്ഡാണിത്. നല്ല ഷെയ്ഡാണ്. ഇത് ശരിക്കും ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ പറ്റിയ ഒരു എവറിഡേ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഡസ്കി സ്കിൻ ടോൺസിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഷെയ്ഡാണ്. കൊള്ളാം, നല്ല മാറ്റ് ഫിനിഷാണ്. ഓഫ് കോഴ്സ് ട്രാൻസ്ഫർ ആവും,
പക്ഷേ ആ ഒരു നല്ല മാറ്റ് ഫിനിഷ് ആണ്, ലിപ്സിൽ നല്ല കംഫർട്ടബിൾ ആണ്, ഷെയ്ഡ് വൈസ് സൂപ്പർ, ലിപ്സ്റ്റിക്കും എനിക്ക് ഇഷ്ടമായി. സോ ഇനി നമുക്ക് എന്താ പറയുക, മസ്കാര നോക്കാം. ഓക്കെ, മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. 10x വോളിമൈസിങ് മസ്കാര എന്നാണ് അവർ പറയുന്നത്. കാണിച്ചിട്ട് 74 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഞാൻ പക്ഷെ ശരിക്കും കുറച്ചും കൂടെ വലിപ്പം എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇത്ര കുഞ്ഞു മസ്കാര ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ടൈനി ആയിപ്പോയി. നോക്ക്, ആ കാജലിൻ്റെ അത്ര കണ്ടേ ഉള്ളൂ. ഈ കുഞ്ഞു മസ്കാരയാണ് 10x വോളിമൈസിങ് എന്താ പറയുക മസ്കാര എന്നവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഓ, എനിക്ക് പഴയ ഏതോ ഒരു മസ്കാരയുടെ ഒരു മണം ഓർമ്മ വന്നു. ചെറുതായി അപ്ലൈ ചെയ്ത് നോക്കാമേ. എൻ്റെ ഒരു പ്രശ്നമാണ്, ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് വരുമോ. 10x വോളിമൈസിങ്, ഇത് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് കളർ കൊടുക്കും ലാഷസിന്. പിന്നെ ഒരു വാട്ടറി ഒരു വെള്ളം പോലെ ഇതിനകത്ത്, ലൈക്ക് ശരിക്കും വാട്ടറി കൺസിസ്റ്റൻസി ആണത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ ഈ 10x വോളിമൈസിങ് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ കൂടുതൽ ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇത് പോട്ടെ. പക്ഷെ എനിക്കിത് ഇഷ്ടമായില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ഫിക്സർ കൂടെ നോക്കാം. ഓക്കെ, മേക്കപ്പ് ഫിക്സറിന് വേണ്ടിയിട്ട് ഞാൻ ഈ എൻവൈബയുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ, അതൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. എൻവൈബയുടെ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ, ഗ്ലോയിങ് സ്കിൻ ഡ്യൂയി മേക്കപ്പ് ഫിക്സർ, ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ്, ക്രീസ് ഫ്രീ, ഹൈഡ്രേറ്റിംഗ് ഫേസ് മിസ്റ്റ്, നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്, ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അവരുടെ ക്ലെയിംസ്. ഇതാണ് പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലാവൻഡർ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ച് കെമിക്കൽ ഫീൽ, ഒരു കെമിക്കലി ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഫ്രേഗ്രൻസ് നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലങ്ങ് അബ്സോർബായി, കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വിത്ത് എന്താ പറയുക എല്ലാം ചീപ്പസ്റ്റ് പ്രോഡക്റ്റ്. അതായത് ലോ പ്രൈസിലുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്ത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാം ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ കൊള്ളാം, ഇഷ്ടമായി. അങ്ങനെ ഭയങ്കര ഒരു ചീപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഞാൻ പറയാം, ഇഷ്ടപ്പെടാത്തതും പറയാം. ഇത്രയും പ്രോഡക്ട്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സെറ്റിംഗ് സ്പ്രേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇത് സ്പ്രേ ചെയ്ത ഉടനെ തന്നെ അബ്സോർബ്ഡായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ മേക്കപ്പ് ഒരുപാട് സമയം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ കുറേ സമയം ഇത് എന്തായാലും ഇട്ടുകൊണ്ട് പോയി നോക്കണം. സോ അല്ലാണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിക്ക് എനിക്കിത് ഇഷ്ടമായി. നെക്സ്റ്റ് ഈ ഒരു ബ്ലഷർ ഭയങ്കര രസമുണ്ട്. ശരിക്കും ഈ ഷെയ്ഡ് നമ്മുടെ ഡസ്കി സ്കിൻ ടോൺസിന് ഭയങ്കര പറ്റിയ ഷെയ്ഡാണ്. ആൻഡ് ഓൾസോ ഇത് ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം. 90 റുപ്പീസിന് ഇത് എന്തായാലും വർത്ത് ബൈയിങ് ആണ്. പിന്നെ ഇതേ ഈ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് നല്ല ഷെയ്ഡാണ്, എവറിഡേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോൺസ് ഒക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഈ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമായി. ഓൾ ഡേ കവർ സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാൻ തോന്നി. ഈ ഒരു റേറ്റിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്, അത്ര മോശം പ്രോഡക്റ്റ് ഒന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമാകാത്ത പ്രോഡക്ട്സ് ഇത് രണ്ടുമാണ്. ഈ ഒരു പ്രൈമർ ബ്ലേഴ്സ് പോഴ്സ് എന്നാണ് പറയുന്നതെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബ്ലറിങ് എഫക്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഭയങ്കര ഹാർഡാണ്. അത് വെച്ച് കോമ്പ് ചെയ്താൽ നമുക്ക് എന്തായാലും വേദനിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.